ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റേഴ്സ് അല്ലേ, 4ാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോസിലായിട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തിന് 3ാമത്തെ ചോദ്യമാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കാം ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ഇതാണ്: when each of two numbers are increased by 1, the product become 1271, and when each is decreased by 1, the product becomes 1131. ഓക്കെ, രണ്ട് സംഖ്യകൾ ഓരോന്നിനോടും ഒന്ന് കൂട്ടി ഗുണിച്ചപ്പോൾ 1271 ഒന്ന് കുറച്ച് ഗുണിച്ചപ്പോൾ 1131 കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി കാണും. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ആ രണ്ട് നമ്പേഴ്സിൻ്റെ കൂടെ 1 രണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഒന്ന് രണ്ടിൻ്റെ കൂടെ കൂട്ടിയിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 1271 കിട്ടി. ഇനി ഒന്ന് കുറച്ച് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 1131 കിട്ടി. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ്? സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദെയർ സം? സംഖ്യകളുടെ തുക എത്രയാണ്? ദെൻ വാട്ട് ആർ ദ നമ്പേഴ്സ്? സംഖ്യകൾ ഏതൊക്കെയാണ്? നമ്മളിത് ഓൾറെഡി നമ്മൾ ഇതേപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻ ആണ് തൊട്ട് മുമ്പ് നോക്കിയതല്ലേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ നമുക്ക് വേറൊരു രീതിയിൽ തന്നിരുന്നു. ഇവിടെ നമുക്ക് എന്താണ് നമ്പേഴ്സ് എന്നവർ സ്പെസിഫിക്കലി പറയുന്നുണ്ട്. സോ അവിടെ ചെയ്ത് അതേപോലെ തന്നെ എന്ത് ചെയ്യാം, എടുക്കുക. അവിടെ ചെയ്ത് അതേപോലെ നമ്പേഴ്സിന് എന്തെടുക്കുക? എക്സ് കോമ വൈ എന്ന് എന്ത് ചെയ്യുക? നമ്പേഴ്സിനെ എക്സ് കോമ വൈ എന്ന് എടുക്കുക. സോ നമ്പേഴ്സ് എക്സ് കോമ വൈ ആണെങ്കിൽ നമുക്ക് പറയുന്ന എന്താണ്? ഇതിൽ ഓരോ ഒന്ന് കൂട്ടി ഗുണിച്ചപ്പോൾ അല്ലെ, 1 ആഡ് ചെയ്ത് 1 ഇൻക്രീസ്ഡ് ബൈ 1 ആണെങ്കിൽ പ്രോഡക്റ്റ് എന്ത് കിട്ടും? 1279 അല്ലേ. അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞ് എന്ത് കിട്ടുന്നു? 1271. ഓക്കെ, സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും? നമുക്കറിയാം ഇത് ഓരോന്നും പരസ്പരം മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ, എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് വൈ, 1 ഇൻറ്റു 1 പ്ലസ് 1 ഈക്വൽ ടു 1271. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1 ഇപ്പുറത്തോണ്ട് സബ്ട്രാക്ട് ചെയ്തൂടെ? 1 ഇവിടെ, അതായത് ഈ 1 ഇവിടെ കൊണ്ടൊന്ന് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. വിച്ച് മീൻസ് താഴെ എഴുതാം, സ്ഥലം കിട്ടിയില്ലെങ്കിലോ. താഴെ എഴുതിയാൽ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1270. ഈ 1 എന്ത് ചെയ്തു? ഇവിടെ ഒന്ന് സബ്ട്രാക്ട് ചെയ്തു. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ദെൻ ഇനി ഒന്ന് കുറച്ചപ്പോൾ ഡിക്രീസ്ഡ് ബൈ 1, അതിന്റെ പ്രോഡക്റ്റ് എന്ത് വന്നു? 1131. സോ അതായത് എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 ഈക്വൽ ടു 1131. സോ ഇത് നമുക്ക് എഴുതിയാൽ മൾട്ടിപ്ലൈ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ, എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ്, മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് വൈ, മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 ഈക്വൽ ടു 1131. സോ ഈ 1 ഇവിടെ കൊണ്ടുവന്ന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1130. So you got two equations. So this is one. Okay. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും വെച്ചാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ഇനി കിട്ടേണ്ടത് പ്രോഡക്റ്റ് ആണ് അല്ലേ. ഫസ്റ്റ് വൺ പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്ത് നമുക്കറിയാം ഇത് രണ്ടിലും എക്സ് വൈ ആണ് പ്രോഡക്റ്റ്. എക്സ് വൈ അല്ലേ പ്രോഡക്റ്റ്. നമുക്ക് വേണ്ടതാണ് എക്സ് വൈ. വാട്ട് ഇസ് എക്സ് വൈ? ദാറ്റ് ഇസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യം ചോദിച്ചിരുന്നത് എന്താണ്? എക്സ് വൈ എന്താണ് എന്നാണ് ചോദിച്ചിരുന്നത്. സോ എക്സ് വൈ, രണ്ടിലും എക്സ് വൈ ഉണ്ടല്ലോ. ഇക്വേഷൻ നമ്പർ 1ലും 2ലും എക്സ് വൈ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് എക്സ് വൈയും പോസിറ്റീവ് ആണ്. ഇനി കൂടെ കിടക്കുന്ന എക്സും വൈ എന്താണ്? ഇവിടെ പോസിറ്റീവ്, ഇവിടെ എന്താണ്? നെഗറ്റീവ് ആണ്. സോ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ് വൈ അല്ല എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ ടേം എന്ത് ചെയ്യും? എക്സ് പ്ലസ് വൈ. ഇവിടെ പ്ലസ് എക്സ് പ്ലസ് വൈ ആണ്, ഇവിടെ മൈനസ് എക്സ് പ്ലസ് വൈ ആണ്. സോ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. നമുക്ക് എന്ത് കിട്ടും? 2xy കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1ഉം 2ഉം കൂടെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 എന്ത് കിട്ടും? നമുക്ക് ഇക്വേഷൻ 1 എന്താണ്? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ. ദെൻ ഇക്വേഷൻ 2ന്റെ ലെഫ്റ്റ് ഹാൻഡ്, ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുക, പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുക. ഈക്വൽ ടു സൈഡിനപ്പുറത്ത് റൈറ്റ് ഹാൻഡ് സൈഡ്. അടുത്തെന്താണ്? എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു
എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ നമ്പേഴ്സ് സോറി റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് 1270 1130 1270 പ്ലസ് 1130. ഓക്കെ, ഇനി അത് ആഡ് ചെയ്യൂ. ആഡ് ചെയ്യുമ്പോൾ പ്ലസ് എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ആവും, പ്ലസ് വൈ മൈനസ് വൈ ക്യാൻസൽ ആവും. നമുക്ക് ബാക്കി എന്ത് കിട്ടും? 2xy ഈക്വൽ ടു 1270 പ്ലസ് 1130 എന്ത് കിട്ടും? ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 2400 അല്ലേ? 1270 പ്ലസ് 30 1300, പിന്നെ ഒരു 100 ആകുമ്പോൾ 1400, പിന്നെ 1000 ആകുമ്പോൾ 2400 കിട്ടും. സിംപ്ലൈസ് xyയുടെ വാല്യൂ എന്താണ്? xy ഈക്വൽ ടു 1200. xyയുടെ വാല്യൂ എന്ത് കിട്ടി? 1200. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. എന്താണ് സംഖ്യകൾ ഏതെന്ന് നമ്മൾ എടുത്തു? നമ്പേഴ്സിന് നമ്മൾ എക്സും വൈയും എന്ന് എടുത്തു. നമ്പേഴ്സ് എക്സും വൈയും ആയതുകൊണ്ട് അതിന് പ്രോഡക്റ്റ് എന്തായിരിക്കും? xy. അപ്പോൾ സംഖ്യകളുടെ പ്രോഡക്റ്റ് കിട്ടിയ സ്ഥിതിക്ക്, ഗുണനഫലം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തെന്താണ് അവർ ചോദിച്ചിരിക്കുന്നത് നോക്കാം. വാട്ട് ഇസ് ദെയർ സം? അവയുടെ തുക എന്താണെന്ന്. അപ്പൊ തുക കണ്ടുപിടിക്കുന്ന ഈ രണ്ട് ഇക്വേഷൻ നോക്കിയാൽ തുക എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ് അല്ലേ? ഇവിടെ എക്സ് പ്ലസ് വൈ, ഇവിടെ മൈനസ് എക്സ് പ്ലസ് വൈ ആണ്. ആക്ച്വലി മൈനസ് എക്സ് മൈനസ് വൈ മീൻസ് മൈനസ് എക്സ് പ്ലസ് വൈ. സോ നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത് എക്സ് വൈ. ഈ എക്സ് വൈ എന്ത് ചെയ്യണം? കളയണം. നോക്കിയാൽ ഇവിടെ പോസിറ്റീവ് എക്സ് പ്ലസ് വൈ ആണ്, ഇവിടെ മൈനസ് നെഗറ്റീവ് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യാൻ പറ്റും. എക്സ് വൈയും ക്യാൻസൽ ആയി പോകും. എക്സ് വൈ ക്യാൻസൽ ആവും, എക്സ് പ്ലസ് വൈ കിട്ടും. ഇത് രണ്ടും നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കുറച്ചാൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്ത് നോക്കാം. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്താൽ എന്ത് കിട്ടും? സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്താൽ എന്ത് കിട്ടും? ഇക്വേഷൻ 1 എന്താണ്? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ മൈനസ് ഓഫ് എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1270 മൈനസ് 1130. സോ ഇത് ചെയ്താൽ എന്ത് വരും? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് വൈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വൈ ഈക്വൽ ടു ഇതെന്ത് വരും? 1270 30 ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 140 അല്ലേ? 140 കിട്ടും. 140 നോക്കൂ. പ്ലസ് എക്സ് വൈ മൈനസ് എക്സ് വൈ ക്യാൻസലായി. ബാക്കി വരുന്നത് എക്സ് വൈ, എക്സ് പ്ലസ് വൈ ഇവിടെ ഉണ്ട്, ഇവിടെ എക്സ് പ്ലസ് വൈ ഉണ്ട്. സോ 2x plus y, 2 into x plus y equal to 140. So what is x plus y? X plus y equal to 140 by 2 is 70. അപ്പോൾ സംഖ്യകളുടെ സം എന്ത് കിട്ടി? 70 കിട്ടി അല്ലേ? സോ ഇക്വേഷൻ നമ്പർ ഇത് 3 ഇരുന്നോട്ടെ, ഇത് 4 എന്നിരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയില്ലേ? നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കിട്ടി, നമ്പേഴ്സിന്റെ സംഖ്യകളുടെ തുകയും കിട്ടി, സംഖ്യകളുടെ ഗുണനഫലവും കിട്ടി. ഇനി ആ സംഖ്യകൾ ഏതൊക്കെയെന്നാണ് നമുക്കറിയേണ്ടത്. വാട്ട് ആർ ദ നമ്പേഴ്സ്? സംഖ്യകൾ ഏതൊക്കെയാണ്? സംഖ്യകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഇതുവരെ നമ്മുടെ അടുത്ത് ഐഡന്റിറ്റി ഉണ്ട്. ഒരു ഐഡന്റിറ്റി എന്താണ്? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4xy അല്ലേ? 4xy. ഈ ഒരു ഐഡന്റിറ്റിയാണ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെന്ത് ചെയ്യാം? നമുക്കിവിടെ യൂസ് ചെയ്യാം. സോ ഇതിൽ നമുക്ക് എന്താ വേണ്ടത്? എക്സ് പ്ലസ് വൈ നമ്മുടെ കയ്യിലുണ്ട്, എക്സ് മൈനസ് വൈ കൂടെ കിട്ടിയാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വേണ്ട എന്താണ്? എക്സ് മൈനസ് വൈ. അപ്പോൾ എക്സ് മൈനസ് വൈക്ക് നമ്മൾ എങ്ങനെയാ ചെയ്യുക? നമ്മൾ ഈ ഐഡന്റിറ്റി ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇതെപ്പോഴും ഓർമ്മിക്കുക. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ whole square minus 4xy. ഈ രീതിയിൽ എന്ത് ചെയ്യുക? ഇത് യൂസ് ചെയ്യുക. യൂസിങ് ദിസ് ഐഡന്റിറ്റി, തേർഡ് വൺ, we know that this thing. സോ ഈ പ്ലേസിൽ വാല്യൂസ് കൊടുക്കുക. എക്സ് മൈനസ് വൈയുടെ വാല്യൂ നമുക്ക് അറിയില്ല. സോ എന്താണ്? എക്സ് പ്ലസ് വൈയുടെ നമുക്കറിയാം. എന്താണ്? വാട്ട് ഇസ് എക്സ് പ്ലസ് വൈ? ഫ്രം ഇക്വേഷൻ 4, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 70. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 70 ആൻഡ് എക്സ് വൈ ഈസ് 1200 ഫ്രം ഇക്വേഷൻ നമ്പർ 3. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 3ഉം 4ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഇക്വേഷൻ 3ഉം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ
എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എന്തായിരുന്നു 70 സ്ക്വയർ മൈനസ് 4xy xyയുടെ വാല്യൂ എന്തായിരുന്നു 1200. ഓക്കെ 70 സ്ക്വയർ 7ന്റെ സ്ക്വയർ എടുക്കുക 49 49 പിന്നെ 2 0 അല്ലേ 70 സ്ക്വയർ അല്ലേ അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ 10 ആണ് ഇവിടെ 7 × 10 ആണ് അപ്പോൾ 7ന്റെ സ്ക്വയർ എടുക്കുക 10ന്റെ സ്ക്വയർ കൂടെ എന്ത് ചെയ്യുക അതിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുക 7ന്റെ സ്ക്വയർ 49 10ന്റെ സ്ക്വയർ 100 അത് മൾട്ടിപ്ലൈ ചെയ്തു 4900 മൈനസ് 4 × 1200 എന്ത് വരും 4800 അല്ലേ അതായത് 4 × 1000 4000 4 × 200 800 4800 so the answer is x minus y the whole square equal to 100 therefore x minus y the whole square ആണെന്ന് 100 what is x minus y equal to 10 വരും കാരണം എന്താണ് റൂട്ട് എടുക്കുക റൂട്ട് 100 എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും എന്ത് വരും പ്ലസ് ഓർ മൈനസ് ആണ് 10 വരിക പ്ലസ് ഓർ മൈനസ് 10 നമ്മൾ എന്താ പ്ലസ് 10 ആണ് നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ളത് നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എടുത്ത് നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെ സോ അതുകൊണ്ട് എന്ത് ചെയ്യാം പ്ലസ് 10 എടുക്കാം കേട്ടോ പ്ലസ് 10 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അടുത്തെന്താ വേണ്ടത് എക്സും വൈയും കണ്ടുപിടിക്കണം സോ നമ്മുടെ കയ്യിലുണ്ട് എന്താണ് എക്സ് മൈനസ് വൈ ഇതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കുക നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ ഉണ്ട് എക്സ് മൈനസ് വൈയുടെ വാല്യൂ ഇപ്പോൾ ഉണ്ട് ഇക്വേഷൻ നമ്പർ 4ൽ നിന്ന് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ ഉണ്ട് ഇക്വേഷൻ നമ്പർ 5ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 4ൽ നിന്ന് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 5ൽ നിന്ന് എക്സ് മൈനസ് വൈയുടെ വാല്യൂ ഉണ്ട് അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു അത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാം അല്ലേ ആഡ് ചെയ്താൽ എന്ത് കിട്ടും എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടും അല്ലേ ഇക്വേഷൻ നമ്പർ 4 + 5 ഇക്വേഷൻ നമ്പർ 4 + 5 implies എന്താണ് ഇക്വേഷൻ നമ്പർ 4 x + y = 70 സോ x + y = 70 അല്ലെ സോറി x + y ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആദ്യം ആഡ് ചെയ്യണം പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് x + y + x - y = 70 + 10 എന്ത് വരും 2x = 80 കിട്ടും നിങ്ങൾക്കപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് വരും x = 40 എന്ന് വരും എക്സിന്റെ വാല്യൂ 40 കിട്ടിയേ ഇനി എക്സിന്റെ വാല്യൂ ഇക്വേഷനിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലെ ഇക്വേഷൻ നമ്പർ 4ലോ 5ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ നമ്പർ 5ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ നമ്പർ 5 എങ്ങനെ ആവും എക്സിന്റെ വാല്യൂ എന്താണ് 40 - y = 10 അതായത് 40ൽ നിന്ന് എന്ത് കുറച്ചാലാണ് 10 കിട്ടുക 30 therefore y യുടെ വാല്യൂ എന്താണ് 30 ഇതിൽ നമുക്ക് വേറെ മാജിക് ഒന്നുമില്ല y-യുടെ വാല്യൂ 30 സോ നമ്പേഴ്സ് എന്തൊക്കെയാണ് നമ്പേഴ്സ് 40, 30 the two numbers are 40, 30 so 41 into 31 എന്നിട്ട് 1 ഇൻക്രീസ് ചെയ്തിട്ട് 41 into 31 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്ത് കിട്ടും 1271 കിട്ടും then 1 സബ്ട്രാക്ട് ചെയ്താൽ 39 into 29 40ൽ നിന്നും 30ൽ നിന്നും 1 കുറച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും 1131 1131 കിട്ടും ഓക്കെ സോ ഈ കണക്ക് മനസ്സിലായല്ലോ ഓക്കെ ഇത് മനസ്സിലായില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത സൊല്യൂഷൻ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്